നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും വെറും 30 ദിവസങ്ങളുള്ളിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ? വെറും ആഗ്രഹങ്ങളല്ല കേട്ടോ, നിങ്ങൾക്ക് കാണുവാനും തൊടുവാനും അനുഭവിക്കാനും കഴിയുന്ന യഥാർത്ഥ ഫലങ്ങൾ. ഇത് അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടാവും. എങ്കിൽ എന്നോടൊപ്പം തുടരുക. ഞാൻ പല വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്ന ജോലി, സാമ്പത്തിക നേട്ടം, മികച്ച ബന്ധങ്ങൾ എന്നിവ വെറും ചുരുങ്ങിയ ദിവസങ്ങളുള്ളിൽ നേടിയെടുക്കാനായിട്ട് ഉപയോഗിച്ച കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇതിലെ അവസാന ഘട്ടമാണ് പലരും വിട്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഗ്രീൻ ട്രൂത്ത് ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്കും കൂടി ചെയ്യുക. എന്നിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മളെ ഫാമിലിയുമായി അസോസിയേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. വാട്ടർ ടേക്കിംഗ് ചെയ്യുന്നുണ്ട്, മണി അഫോർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അഫോർമേഷൻസ്, അതുപോലെ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. തികച്ചും സൗജന്യം. 5 മണി തൊട്ട് 5-5:30 വരെ ആയിരിക്കും പ്രോഗ്രാം. ഒട്ടും വൈകാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ഗ്രീൻ ട്രൂത്ത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരേ ഇടത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ സ്വപ്നം കാണുന്നത് നിർത്തി ആഗ്രഹിച്ച് ജീവിതം നയിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. നക്ഷത്രങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് തന്ത്രപരമായിട്ടുള്ള നിർമ്മാണത്തെക്കുറിച്ചാണ്, പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജിസ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശക്തമായൊരു വിദ്യയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 30 ദിവസത്തിനുള്ളിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ രീതിയെ ഞാൻ ലളിതമായി 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചു പറഞ്ഞുതരാം. നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക, നിങ്ങളുടെ ഊർജവും പ്രവൃത്തിയും അതുമായി പൊരുത്തപ്പെടുക, ഒടുവിൽ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നിർണായക ഘട്ടം എന്നിവ നമ്മൾ പരിശോധിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ എസ് എന്നും കൂടെ കമൻറ്റ് ചെയ്തിക്ക്. നമുക്ക് തുടങ്ങാം. ഘട്ടം 1, വ്യക്തമായ ആഗ്രഹം, ക്രിസ്റ്റൽ ക്ലിയർ ഡിസൈർ. ആദ്യത്തെ ഘട്ടം എന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം എന്നാണ്. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവരുടെ ആഗ്രഹങ്ങളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ലക്ഷ്യം കാണാതെ അമ്പെയ്തതുപോലെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നോട്ട് ബുക്ക് എടുക്കുക. അടുത്ത 30 ദിവസങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹങ്ങളുടെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് ആഗ്രഹങ്ങളുടെ യജമാനനാവുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എഴുതാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വെറുമൊരു പട്ടികയാക്കരുത്. ആ കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പുതിയ കാർ വേണം എന്ന് എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതുക: എൻ്റെ പുതിയ കാർ ഓട്ടിക്കാൻ കഴിയുന്നതിൽ ഞാൻ അതീവ നന്ദിയുള്ളവനാണ്. അതിൻ്റെ ലെതർ സീറ്റുകളും ആ സുഗമമായിട്ടുള്ള യാത്രയും ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ആ സന്തോഷവും സ്വാതന്ത്ര്യവും ഇപ്പോൾ അനുഭവിക്കുക. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് വെറുമൊരു എഴുത്തല്ല, നിങ്ങളുടെ ആന്തരിക മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഒരു പ്രധാന ആഗ്രഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് കാണാൻ എങ്ങനെയിരിക്കും, അതിൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും, ആ സമയത്ത് നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു പോവുക. ഘട്ടം 2ലേക്ക് പോകുന്നു, ഊർജവും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം. ഓക്കെ, ഈ 2ാമത്തെ ഘട്ടത്തിലാണ് മാജിക് നടക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. വെറുതെ ചിന്തിച്ചുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ
ഏത് തരത്തിലാണ് ആഗ്രഹിക്കുന്നത്, എന്താകാനാണ് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയായി ഇപ്പോൾ തന്നെ നിങ്ങൾ മാറണം. ഓക്കെ, ആ ആഗ്രഹത്തിൻ്റെ ബേസ് ചെയ്തുള്ള ആ വ്യക്തിയായി തന്നെ നിങ്ങൾ മാറണം. നിങ്ങളുടെ സ്വപ്ന ജോലി ലഭിച്ച ഒരാൾ എങ്ങനെയായിരിക്കുമെന്ന് പെരുമാറുക ആ തരത്തിലുള്ളതായിരിക്കണം. അവർ എങ്ങനെയുള്ള വസ്ത്രമായിരിക്കും ധരിക്കുന്നത്, എങ്ങനെയായിരിക്കും അവർ സംസാരിക്കുന്നത്, അത് ഇപ്പോൾ തന്നെ ശീലമാക്കണം. ഇതിനെയാണ് ആക്ടിങ് ആസ് ഇഫ് എന്ന് പറയുന്നത്. ഇത് അഭിനയമല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആ തരംഗ ദൈർഘ്യത്തിലേക്ക്, ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് പറയണം മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനോടൊപ്പം തന്നെ ആവേശത്തോടുള്ള പ്രവൃത്തികളും ഇൻസ്പയർഡ് ആക്ഷൻ വേണം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കാര്യം എന്താണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുക. അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് തന്നെ കിട്ടും. സോ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക. ഒരു പക്ഷേ ഒരു റെസ്യൂം പുതുക്കാനാവാം, മേ ബി, അല്ലെങ്കിൽ പുതിയൊരു റെസ്യൂം തയ്യാറാക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് അയക്കാൻ മടിച്ചിരുന്ന ഇമെയിൽ അയക്കാനായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക. ഇത് പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന ഒരു സൂചനയാണ്. ഓക്കെ, ഘട്ടം 2 കഴിഞ്ഞ് ഘട്ടം 3ലേക്ക് പോകുമ്പോൾ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. കാരണം എത്ര പേര് ഇത് വീഡിയോ മുഴുവൻ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഘട്ടം 3 എന്ന് പറയുമ്പോൾ അചഞ്ചലമായ വിശ്വാസവും വിട്ടുകൊടുക്കലും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭാഗം. എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിച്ച് ഇനി അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്താനായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അതിനനുസരിച്ചായിട്ടുള്ള പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. പ്രപഞ്ചം നിങ്ങളോട് പ്രവർത്തിക്കും. എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്ന് ഓർത്ത് വെറുതെ ആകുലപ്പെടാതിരിക്കുക. തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഒരു വിത്ത് പാകിയ ശേഷം അത് മുളച്ചോ എന്ന് നോക്കാനായിട്ട് ഓരോ മണിക്കൂറിലും മണ്ണ് മന്തി നോക്കുന്നത് പോലെയാണ് ഈ ഒരു അവസ്ഥ. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും. അപ്പം അത് വേണ്ട, അത് അങ്ങനെ ചെയ്യരുത്. പകരം നന്ദിയുള്ളവരായിരിക്കുക. എങ്ങനെ, എപ്പോൾ എന്ന ചിന്ത അങ്ങ് ഉപേക്ഷിക്കുക. ഓക്കെ, സോ ശരിയായ വഴി തെളിയുമെന്ന് വിശ്വസിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് നിങ്ങളെ തേടി വരും. നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു രീതിയിൽ, പക്ഷേ തമ്പുരാൻ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും കേട്ടിട്ടില്ലേ, ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം തരുമെന്ന് തമ്പുരാൻ. സെയിം തിങ്. ചുരുക്കത്തിൽ ആഗ്രഹത്തിൽ വ്യക്തത വരുത്തുക, ആ വ്യക്തിയായി ജീവിക്കുക, പ്രവർത്തിക്കുക ചെയ്യുക, പ്രക്രിയയിൽ വിശ്വസിക്കുക. ഓക്കെ, ക്ലാരിറ്റി, അലൈൻമെൻറ്റ് ആൻഡ് ട്രസ്റ്റ്. 30 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. ഇത് മാന്ത്രിക വിദ്യയൊന്നുമല്ല കേട്ടോ, നിങ്ങളുടെ മനസ്സിനെ കൃത്യമായി ഒരുക്കുന്ന ഒരു രീതിയാണ്. നിങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം മാറ്റാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്യുക. നമുക്ക് അത് ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇവിടെ കമൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത 30 ദിവസത്തിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൻ്റെ ആദ്യത്തെ അക്ഷരമൊന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തയ്യാറാണെന്ന് വിശ്വസിക്കുക, പ്രവർത്തിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കീപ് ഷൈനിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.